നമസ്കാരം, ട്രോയിഡ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് PHP MySQL ലോഗിൻ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് PHP കോഡ് എഴുതുക ലോഗിൻ ഉള്ളത്. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡ് എഴുതുന്നതും ബാക്കി കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതും എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ബ്രാക്കറ്റ്സ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ബ്രാക്കറ്റ്സ് ആണെന്ന്. അതായത് നമ്മുടെ കോഡും PHP കോഡും HTML നമ്മൾ എഴുതുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ടും കണക്ട് ചെയ്യുന്നത്. അപ്പം ഇതൊരു UI ജസ്റ്റ് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യാം. ഇപ്പോൾ ബ്രാക്കറ്റ്സ് ആയാലും സബ്ലൈം യൂസ് ചെയ്യാം, നമുക്ക് അതേപോലെ VS കോഡ് യൂസ് ചെയ്യാം, നമുക്ക് ഡ്രീം വീവർ യൂസ് ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡ്രീം വീവർ ഒക്കെ ആണെങ്കിൽ നമുക്ക് HTML നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിസൈനും കണ്ടുപോകാവുന്നതാണ്. നമുക്ക് ഏത് ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ അഡ്മിൻ ലോഗിൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എംപ്ലോയി എന്ന് പറയുന്നൊരു ഡേറ്റാബേസ് അതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ പ്രീവിയസ് വീഡിയോ പോയി വാച്ച് ചെയ്യുക, അതിനകത്ത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് വരിക. അതായത് അതിനകത്ത് ഡേറ്റാബേസ് കണക്ടിവിറ്റി നമ്മൾ പറയുന്നുണ്ട്. PHPയിലെ മെയിനായിട്ട് നമുക്ക് ഡേറ്റാബേസ് കണക്ടിവിറ്റിയാണ് ഏറ്റവും മെയിൻ. അത് രണ്ടാമതായിട്ട് ലോഗിൻ പേജാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ചെറിയ പ്രോജക്റ്റുകളിൽ നമ്മൾ രണ്ടാമതായിട്ട് ലോഗിൻ ചെയ്തിട്ട് അങ്ങനെയാണ് അത് ഫോളോ അപ്പ് ചെയ്ത് പോവുക. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡേറ്റാബേസ് കണക്ടിവിറ്റി എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളപ്പോൾ എംപ്ലോയി എന്ന് പറയുന്നൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. നമുക്ക് അവിടെ ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഈ ഡേറ്റാബേസ് എംപ്ലോയി ക്ലിക്ക് ചെയ്യുക. അപ്പം ഡയറക്റ്റായിട്ട് തന്നെ ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരും. നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ ലോഗിൻ ഉണ്ടാക്കുകയാണ്. ടേബിൾ _ ലോഗിൻ. നമ്മൾ എന്നിട്ട് അതിൻ്റെ എത്ര കോളംസ് വേണമെന്ന് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 3 എന്ന് കൊടുത്തു. ഗോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടേബിളിൻ്റെ നമുക്ക് അതിൻ്റെ എൻറ്റിറ്റീസ് കൊടുക്കാനുള്ളൊരു ഇത് വരും. അതിനകത്ത് ഫസ്റ്റ് എൻറ്റിറ്റിയുടെ നമ്മൾ ID കൊടുക്കുക. അത് ഇൻറ്റീജർ വാല്യൂ തന്നെ ആവുക. ജസ്റ്റ് ഓട്ടോ ഇൻക്രിമെൻ്റ് ഒന്ന് ഓണാക്കിയിട്ടുള്ള ഇൻഡെക്സ് പ്രൈമറി കീ ആക്കുക. അതിൻ്റെ സെക്കൻഡ് എന്ന് പറയുന്നത് യൂസർ നെയിമാണ്. യൂസർ നെയിം അത് വാർക്യാറായിട്ട് സെറ്റ് ചെയ്യുക. കാരണം നമുക്ക് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാൻ ചിലപ്പം വേണ്ടി വരും. അടുത്തതായിട്ട് പാസ്വേഡ് അതും വാർക്യാറായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ഒരു 15 കൊടുക്കുക. ഇതിൻ്റെ ബാക്കി എല്ലാ കോളംസും ലീവ് ചെയ്ത് തന്നെ എഴുതുക. അത് ആവശ്യമില്ല. ഇപ്പം നമ്മൾ PHP admin ആണ് നമ്മൾ ഇതിൻ്റെ സെർവർ സൈഡിലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ ഞാനൊരു ഡേറ്റാബേസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, DB എംപ്ലോയി. അതിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഇത് സേവ് ചെയ്യുക. അപ്പം നമുക്കിവിടെ ടേബിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ഉണ്ടാക്കിയ ടേബിൾ. ID, യൂസർ നെയിം, പാസ്വേഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ 3 ഫീൽഡ്സാണ് നമുക്കുള്ളത്. ID, യൂസർ നെയിം, പാസ്വേഡ്. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ വാല്യൂസ് ഒന്നും ഇതിനകത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു യൂസർ നെയിമും പാസ്വേഡും ഡിഫോൾട്ടായിട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് ID നമ്മൾ കൊടുക്കേണ്ടതില്ല. ID ഓട്ടോ ഇൻക്രിമെൻ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് യൂസർ നെയിം എന്ന് പറയുന്നത് അഡ്മിൻ എന്ന് കൊടുക്കുന്നു. പാസ്വേഡും അഡ്മിൻ തന്നെ കൊടുക്കുന്നു. ഗോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ജസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് വ്യൂ ചെയ്യാൻ ബ്രൗസറിൽ നിൽക്കുക. അപ്പം ID നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട്. നമ്മളവിടെ കൊടുക്കേണ്ടതില്ലായിരുന്നു. ID ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. യൂസർ നെയിം അഡ്മിനായി, പാസ്വേഡ് അഡ്മിനായി. അപ്പം യൂസർ നെയിമിലും പാസ്വേഡിലും നമ്മുടെ കോളംസിൽ ഓരോ വാല്യൂസ് വീതം വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒന്നും നോക്കാനില്ല. നമുക്കിനി കോഡിലേക്ക് കിടക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ പുതുതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് എല്ലാ PHP കോഡുകളും PHP ടാഗിനുള്ളിൽ എഴുതാവുള്ളൂ. PHP ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. PHP ടാഗ് ക്ലോസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ആംഗുലർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ആംഗുലർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്വസ്റ്റ്യൻ മാർക്കിട്ട് PHP എഴുതുമ്പോൾ കോഡ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള നമ്മളിങ്ങനെ കോഡ് ചെയ്താവുള്ളൂ. PHP കോഡ് ഇങ്ങനെ എഴുതിയില്ല, വർക്ക് ചെയ്യില്ല. പിന്നെ സേവ് ചെയ്യുന്ന .phpയിലായിരിക്കുകയും ചെയ്യണം. കഴിഞ്ഞ തവണ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ എക്സാമ്പിലെ
HD docs എന്ന് പറയുന്ന ഫയലിനുള്ളിലാണ് ഇത്, ഫോൾഡറിനുള്ളിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്. അപ്പം ജസ്റ്റ് ആദ്യമേ നമ്മൾ ഇതൊന്ന് സേവ് ചെയ്യാം. നമുക്ക് സേവ് ചെയ്യാൻ കാണിച്ചു തരാം ഒന്നുകൂടെ. അപ്പം ഞാൻ എക്സാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് F ഡ്രൈവിലാണ്. F ക്ലിക്ക് ചെയ്യുക, എക്സാം എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് HD docs ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഞാൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം അതിൽ തന്നെ ലോഗിൻ എന്ന് പറയുന്നൊരു login.php എന്ന് പറയുന്നൊരു ഫയലായിട്ട് ഇത് സേവ് ചെയ്യുക. പിന്നെ സേവ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ DB നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ DB കണക്ഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ DB നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലെ സെപ്പറേറ്റ് ഡേറ്റാബേസ് എഴുതേണ്ടി വരും. അതിനായിട്ട് നമ്മൾ DB ഇൻക്ലൂഡ് ചെയ്യണം ഇങ്ങോട്ട്. DB ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ DB ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് ഇടാൻ പറ്റും. ഇൻക്ലൂഡ് എന്ന് എഴുതിയിട്ട്, ഇൻക്ലൂഡ് ഒരു കീവേഡാണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഒരു സിംഗിൾ കോഴ്സിനകത്ത് ആ ഫയലിൻ്റെ വരും db.php. നമുക്ക് ഇങ്ങനെ എഴുതിയാലും ആ DB നമുക്ക് ഇമ്പോർട്ട് ആകും. അതല്ല, ഇനി ഇൻക്ലൂഡ് അല്ല, റിക്വയർ എഴുതിയാലും വർക്ക് ചെയ്യും. db.php രണ്ടും വർക്ക് ചെയ്യും. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഈ ഫയലിൽ db.php എന്ന് പറഞ്ഞ ഫയൽ മിസ്സിംഗ് ആണെങ്കിൽ പോലും ഈ സംഭവം വർക്ക് ചെയ്യും. പക്ഷേ എറർ കാണിക്കും, പക്ഷേ ബാലൻസ് എല്ലാം വർക്ക് ചെയ്യും. അതായത് നമ്മൾ റിക്വയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും തന്നെ വർക്ക് ചെയ്യില്ല, ഫുള്ള് സ്റ്റോപ്പായിട്ട് എറർ കാണിച്ചാൽ അത് അവിടെ നിൽക്കും, സ്റ്റോപ്പായിട്ട് തന്നെ നിൽക്കും. അതായത് ഒരു ഹോൾട്ട് ഉണ്ടാവും നമുക്ക് അവിടെ. അപ്പം ഇൻക്ലൂഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഹോൾട്ട് ഉണ്ടാവില്ല, കോഡ് ബാക്കി വർക്ക് ചെയ്യും. പക്ഷേ നമ്മുടെ കണക്ഷൻ ഓക്കെ ആയിരിക്കത്തില്ല. കണക്ഷൻ ഓക്കെ ആകാത്തടത്തോളം ബാക്കി കോഡുകളൊന്നും വർക്ക് ചെയ്യില്ല. പക്ഷെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഈ PHP നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അതിന് നമുക്ക് ഒരു ജസ്റ്റ് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് വ്യൂ ചെയ്യാനായിട്ട്. ഞാൻ ഓൾറെഡി കോഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ എഴുതി വെച്ചിരുന്ന കോഡ്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. HTML ടാഗിൽ ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിനകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ബോഡിയിൽ ഒരു ഫോം ആക്ഷൻ വേണം, മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. ഇത് നിർബന്ധമായിട്ടും കൊടുക്കണം, മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. കാരണം ഇത് നമ്മൾ ഇവിടോട്ട് വാല്യൂസ് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇവിടുന്ന്. അതായത് ഈ ഫോമിൽ നിന്ന് ഈ വാല്യൂസ് വെളിയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞു തരാം പോസ്റ്റ് നിന്ന് കൊടുക്കാൻ കാര്യം എന്നാന്ന്. അപ്പം ഞാൻ ബാക്കി ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു ഇൻപുട്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ് ആദ്യത്തെ. അതായത് യൂസർ നെയിം നമുക്ക് വാങ്ങിക്കാനായിട്ട് ഞാൻ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നെയിം ഞാൻ യൂനെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്വേഡിൻ്റെ നെയിമായിട്ട് ഞാൻ PWD എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സബ്മിറ്റ് ബട്ടൺ, അതിന് ഞാൻ യൂസർ ടൈപ്പ് സബ്മിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സബ്മിറ്റ് കൊടുക്കാം, ബട്ടൺ കൊടുക്കാം. നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കോഡുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കോഡ് എഴുതേണ്ടി വരും. അതിനാണ് ഞാൻ സബ്മിറ്റ് യൂസ് ചെയ്തിരുന്നത്. അത് കുറച്ചുകൂടി സിമ്പിളാണ്. അതിന് നെയിം സബ്മിറ്റ് എന്ന് കൊടുക്കുക. പിന്നെ അതിനകത്ത് വാല്യൂ, ആ ബട്ടണിൽ എന്ത് പേരാണ് വരേണ്ടത് അതിൻ്റെ വാല്യൂ ഞാൻ സബ്മിറ്റ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ബാക്കിയെല്ലാം ഞാൻ ആ ഒരു ഡിസൈനിൻ്റെ ഇതിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. കാരണം ഇത്രയാണെങ്കിലും മതി വർക്ക് ചെയ്തോളൂ സംഭവം. അത് ഞാൻ ജസ്റ്റ് ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് PHP കോഡിലേക്ക് കിടക്കാം. PHP എഴുതുമ്പോൾ ഞാൻ മെയിനായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ടാഗിനകത്ത് ചെയ്യാവുള്ളൂ. ഞാൻ ഇവിടെ ടാഗ് ക്ലോസ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡേറ്റാബേസ് കണക്ഷനുള്ള സാധനം. ഇനി അടുത്ത് നമ്മൾ ഈ ബട്ടൻ്റെ ക്ലിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു കോഡാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇഫ് set of post square bracket single quotes submit. ഇതിനകത്താണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൾ വാല്യൂ ചെക്ക് ചെയ്യാനായിട്ടാണ്. നൾ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നൾ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. ഇവിടെ ഈ സെറ്റിന് പകരം നമുക്ക് empty യൂസ് ചെയ്യാം, പിന്നെ ഡിഫൈൻഡ് യൂസ് ചെയ്യാം, അൺസെറ്റ് യൂസ് ചെയ്യാം, ഈസ് നൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ സെറ്റാണ് യൂസ് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തെന്നുള്ളത് ഒന്ന് അറിയിക്കാനായിട്ടാണ്. അതിനാണ് ഞാൻ ഇവിടെ പോസ്റ്റ് എന്ന് കൊടുക്കുന്നത്. ഇവിടെ ഗെറ്റ് മെത്തേഡും കൊടുക്കാം, പോസ്റ്റ് മെത്തേഡും കൊടുക്കാം. ഗെറ്റ് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്നത് റിട്രീവ് ചെയ്യാനുള്ള പർപ്പസിനാണ്. അപ്പം റിട്രീവ് ചെയ്യാനുള്ള കേസിലാണ്. നമുക്ക് പോസ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല, ഗെറ്റ് കൊടുത്താലും കുഴപ്പമില്ല.
അപ്പം ഞാനിവിടെ ജസ്റ്റ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സബ്മിറ്റ് ബട്ടൻ്റെ നെയിമാണ് ഞാൻ ഇവിടെ, ഈ നെയിമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ വാല്യൂ ഞാൻ ഇവിടെ കൊടുത്തേക്കുവാണ്, സബ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോഡ് ചെയ്യണ്ടേ. അടുത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. യൂസർ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് ഇൻപുട്ട് വാല്യൂ നമ്മൾ ഇങ്ങോട്ട് നമുക്ക് കൊണ്ടുവരണം ഈ വേരിയബിളിലേക്ക്. കാരണം PHP ഇതിപ്പോൾ HTML കിടക്കുന്നത്, ഇത് നമ്മൾ PHPയിലേക്ക് കൊണ്ടുവരേണ്ട. നമ്മൾ ഈ വേരിയബിളിലേക്ക് ഈ വാല്യൂ, ഈ എഴുതിയിരിക്കുന്ന ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്ന വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഞാനപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ ലോക്കൽ ഹോസ്റ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതെങ്ങനെ കയറേണ്ടത്. ലോക്കൽ ഹോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഇത് കിടക്കുന്നത്, ടെസ്റ്റ് login.php. നമ്മളത് എൻ്റർ അടിക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ഡിസൈൻ ചെയ്തിരുന്നത് അത് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇതാണ് യൂസർ നെയിം കൊടുക്കാനുള്ള ടെക്സ്റ്റ് ബോക്സ്, പിന്നെ ഇത് പാസ്വേഡ് കൊടുക്കാനുള്ള ടെക്സ്റ്റ് ബോക്സ്, സബ്മിറ്റ് ബട്ടൺ. ഈ സക്സസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ DBയിൽ നമ്മുടെ ഡേറ്റാബേസിൽ നമ്മളൊരു DB കണക്ഷൻ കൊടുത്ത് നമ്മളൊരു എക്കോ സക്സസ് കൊടുത്തിരുന്നു. ഈ സക്സസ് ആണ് അവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഇത് നമുക്കപ്പോൾ മാറ്റിയാലും കുഴപ്പമില്ല. ഇപ്പോൾ സക്സസ് ഇത് കറക്റ്റ് ആയതുകൊണ്ട് നമുക്കിത് ജസ്റ്റ് വേണമെന്ന് ക്ലിയർ ചെയ്തോളെ. ഈ ഒരൊറ്റ ലൈനിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും ഡേറ്റാബേസിന്. അപ്പം ഇത് നമ്മളൊന്ന് റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സക്സസ് പോയി. അപ്പം നമുക്കിത് മാത്രം മതി. ഇനി ഞാൻ ഈ കോഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാനിവിടെ ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടെക്സ്റ്റ് നെയിം ഇസിക്കൽ ടു യു നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഏതൊരു ടെക്സ്റ്റാണ്, ഇപ്പോൾ FFFF എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് യു നെയിമായിട്ടാണ് വരുന്നത്, ഇവിടെ യു നെയിമായിട്ട്. അപ്പം നമ്മളിവിടെ ഈ സാധനം ഈ HTML നമ്മൾ യു നെയിമായിട്ട് നമുക്ക് കിട്ടിയ സാധനം നമ്മൾ PHPയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ $_post ഓഫ് ഒരു സിംഗിൾ കോട്ട്സിനകത്ത് ഈ യൂണിയൻ നമ്മൾ കൊടുക്കുക. ഈ യൂണിയൻ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ വന്ന വാല്യൂ നമ്മുടെ PHP യൂസർ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമുക്ക് കിട്ടും. ഒരു സെമിക്കോളനും കൂടെ ഇടുക. അതുപോലെ തന്നെ പാസ്വേഡിനും നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. $password equal to $_post ഓഫ് ഒരു സിംഗിൾ കോട്ട്സ് ഇടുക. എന്നിട്ട് ഈ പാസ്വേഡ് എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് പാസ്വേഡ് നമ്മുടെ PHPയിലേക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്. നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ രണ്ട് വേരിയബിളിലേക്ക് കിട്ടിയിട്ടുണ്ട്. യൂസർ നെയിമും നമ്മുടെ പാസ്വേഡും കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള വർക്കിംഗ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. SQL എന്ന് പറയുന്നത് SQL എന്തെങ്കിലും ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. A B എന്ത് വേണമെങ്കിലും വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നമ്മളൊരു കോഡ് എഴുതുകയാണ്, ക്വറി എഴുതുകയാണ്, SQL ക്വറി എഴുതുകയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം TBL login. ഈ TBL login എന്ന് കൊടുക്കാനുള്ള കാരണം മനസ്സിലായോ? ഈ TBL login എന്ന് കൊടുക്കാനുള്ള കാരണം നമ്മളവിടെ നമ്മുടെ ഡേറ്റാബേസിൽ നമ്മൾ TBL login എന്ന് പറഞ്ഞ ടേബിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ TBL login എന്നുള്ള ഡേറ്റ റിട്രീവ് ആണ്. സെലക്ട് സ്റ്റാർ ഫ്രം TBL login. അതായത് TBL login എന്നുള്ള എല്ലാ ഡേറ്റയും ഇപ്പം നമുക്ക് ഈ SQL എന്ന് പറയുന്നത് ഈ വേരിയബിളിലേക്ക് നമുക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. ഈ എല്ലാ ഇതും തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഇനി വരുന്ന ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പം മെയിനായിട്ടുള്ളത് റിട്രീവ് ചെയ്യുക. ഇതിനകത്ത് PHPക്ക് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് റിട്രീവ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പം അതിനെല്ലാം നമുക്ക് മെയിനായിട്ടും SQL ക്വറീസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ ലോഗിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ ലോഗിനിലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിലീറ്റ് ഫ്രം ടേബിൾ ലോഗിൻ, അങ്ങനെ അപ്ഡേറ്റ് ടേബിൾ ലോഗിൻ, അങ്ങനെ നമുക്ക് പല SQL ക്വറീസ് ഉണ്ട്. ആ ക്വറീസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം, എന്നാലും നമുക്ക് ഇത് കുറച്ച് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ SQL എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഈ ക്വറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം SQL എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഈ ടേബിൾ ലോഗിൻ്റെ എല്ലാ വാല്യൂസും വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ക്വറിയായിട്ട് മാത്രം കൊടുത്താൽ പോലെ. ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വേറൊരു കോഡ് കൂടെ കൊടുക്കണം. അതിനായിട്ട് വേറെ ഒരു വേരിയബിളോട് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ക്വറി എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മുടെ PHPയിലെ ഫംഗ്ഷൻ കൊടുക്കുക. MySQL _query എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൊടുക്കുക.
ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ SQL ക്വറി നമ്മൾ എന്ത് കൊടുത്തോ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു ഫംഗ്ഷനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു ഇവിടെ ഒരു ഫംഗ്ഷൻ MySQLi_connect എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഇതിനകത്തുള്ളൊരു ഫംഗ്ഷനാണ് MySQLi query. ഇതിനകത്ത് 2 വേരിയബിൾസാണ്, 2 പാരാമീറ്ററാണ് ഉള്ളത്. ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണക്ഷൻ ഇവിടെ കിട്ടണം. അതായത് നമ്മളിവിടെ db.php എന്ന് പറയുന്ന സാധനം നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്തെ കണക്ഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടില്ല. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഊപ്സ് കൺസെപ്റ്റ് വെച്ച് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഈ ഒബ്ജക്റ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും കോൾ ചെയ്യാവുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ കോൾ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് DBയിലെ വാല്യൂ ഇങ്ങോട്ട് എടുക്കാനുള്ള, DBയിലെ കണക്ടിവിറ്റി ഇങ്ങോട്ട് വരാനുള്ളതാണ് കണക്ഷൻ. രണ്ടാമത്തെ പാരാമീറ്റർ എന്തെന്ന് വെച്ചാൽ ഈ SQL എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ ക്വറി എഴുതിയേക്കുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ അത് SQL ഇങ്ങനെ കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ അല്ലാതെ ഈ ഒരൊറ്റ ലൈനിലാണെങ്കിലും ഈ സംഭവം വേണമെങ്കിൽ എഴുതാം നമുക്ക്. അതായത് ഇത് നമ്മളിങ്ങനെ കോപ്പി ചെയ്യുന്നു, നമുക്ക് ഇത് ഈ വേരിയബിളിൽ ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെയാണെങ്കിലും എഴുതാം. അപ്പം ഇതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഒരു വേരിയബിൾ മാത്രം എഴുതാം. അപ്പം വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് അതായത് നമ്മൾ ബാക്കി കോഡ് ചെയ്യുമ്പോൾ, നമ്മൾ വലിയ പ്രോഗ്രാംസാണ് ചെയ്യുന്നതെങ്കിൽ ബാക്കി കോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലൈൻ എവിടെയെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കോൾ ചെയ്യാമല്ലോ എന്നോർത്താണ് ഞാൻ ഇങ്ങനെ ഒരു വേരിയബിൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. കാരണം വേറെ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ എഴുതുകയാണ്. അപ്പം ഇവിടെ SQL എഴുതി. അപ്പം ക്വറി എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിനകത്തൊരു ഫംഗ്ഷൻ എഴുതി MySQL_i_query. അതിന് 2 പാരാമീറ്റേഴ്സാണ്. ഒന്ന് കണക്ഷൻ, DB എന്ന് വരുന്നത് കണക്ഷൻ, അതായത് ഈ കണക്ഷൻ ഞാൻ അവിടോട്ട് എടുത്ത് എഴുതിയാണ്. പിന്നെ SQL എന്ന് പറയുന്ന സാധനം, ഈ കണക്ഷൻ ഇവിടെ നമുക്ക് കോൾ ചെയ്യാം, കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ക്വറിയും കൂടി എഴുതിയിട്ടുണ്ട്. ഇനി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊടുത്തേക്കുന്ന വാല്യൂസ്, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ ഇപ്പം യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പം FFF നമ്മൾ എന്തെങ്കിലും പാസ്വേഡും കൊടുത്തു, പാസ്വേഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ആവണം. അപ്പം ലോഗിൻ ആകണമെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന ടേബിൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് വേണം. നമുക്ക് 2 വാല്യൂസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, യൂസർ നെയിം അഡ്മിനായിട്ടും പാസ്വേഡ് അഡ്മിനായിട്ടും. അപ്പോൾ നമ്മൾ അത് ടേബിളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കൂടെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, റോ, എന്തെങ്കിലും ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, റോ ഈക്വൽ ടു, ഇനി അടുത്തൊരു PHP ഫംഗ്ഷനാണ് MySQLi_fetch_array. അതായത് MySQLi_fetch_array എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്ന് വാല്യൂ ഫെച്ച് ചെയ്യാനാണ്. അതായത് നമുക്ക് ടേബിളിൽ നിന്ന് വാല്യൂ ഇങ്ങോട്ട് നമ്മുടെ ഈ PHP കോഡിനകത്തേക്ക് വരാനാണ്. ടേബിളിൽ നിന്ന് ഇങ്ങോട്ട് വാല്യൂ വന്നാലേ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ എന്താണെന്നും ടേബിളിലെ വാല്യൂ എന്താണെന്നും. അപ്പോൾ നമുക്ക് കൊടുത്തേക്കുന്ന വാല്യൂ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് നമ്മളിവിടെ പാരാമീറ്റർ നമ്മൾ വേരിയബിളായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. യൂസർ നെയിമിനകത്ത് നമ്മൾ കൊടുത്ത യൂസർ നെയിം കിട്ടും, പാസ്വേഡിനകത്ത് നമ്മൾ കൊടുത്ത പാസ്വേഡ് കിട്ടും. അപ്പം ഈ റോ എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് ഫെച്ച് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. ഫെച്ച് ചെയ്തെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വറിയാണ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ക്വറിന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കണ്ടീഷൻ എഴുതുക, ഈഫ് കണ്ടീഷൻ എഴുതുക. അതായത് നമ്മളിവിടെ അറേ ആയിട്ടാണ് വാല്യൂ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഫെച്ച് അറേ എടുക്കാം, ഫെച്ച് അസോസിയേറ്റീവ് അറേ എടുക്കാം, ഫെച്ച് ഒബ്ജക്റ്റ് എടുക്കാം, അങ്ങനെ എന്ത് രീതിയിൽ എടുക്കാം. അപ്പോൾ ഫെച്ച് ഒബ്ജക്റ്റ് എടുക്കുന്നെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റോ ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോ ഓഫ് യൂസർ നെയിം എന്നാണ് നമ്മുടെ ആദ്യത്തെ റോയുടെ പേര്. നമ്മൾ ആദ്യം റോ ആയിട്ട് ഫെച്ച് ചെയ്യുക. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഫെച്ച് ചെയ്യുന്നത്, റോ ആയിട്ട്. അപ്പം നമ്മൾ ആദ്യത്തെ യൂസർ നെയിം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഒരു ഡബിൾ കോട്സിനകത്ത് യൂസർ നെയിം എന്ന് കൊടുക്കുന്നു. യൂസർ നെയിം ഇത് ടേബിളിലെ കോളത്തിന് വരാം. അപ്പം ഞാനിവിടെ റോ ഓഫ് യൂസർ നെയിം ഇതൊരു ആറേ രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തേക്കുന്നത്. അപ്പം ഇവിടെ ഫെച്ച് അറേ എന്ന് കൊടുത്തേക്കുന്നതാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇനിയിപ്പം ഫെച്ച് ഒബ്ജക്റ്റ് കൊടുത്തെങ്കിൽ ഞാൻ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കോൾ ചെയ്യത്തുള്ളൂ. ഇപ്പം ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ഞാൻ കോൾ ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാൻ അറേ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഞാൻ അറേ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ റോ ഓഫ് ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് ആക്കാൻ വേണമെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒബ്ജക്റ്റ് എന്ന് എഴുതുക. അതുപോലെ തന്നെ
അസോസിയേറ്റീവ് അറേ ആണെങ്കിൽ ASSOC അസോക്ക് എഴുതാം. എല്ലാത്തിൻ്റെ പാരാമീറ്റേഴ്സ് സെയിം തന്നെ. ഒരു പാരാമീറ്റർ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഒന്ന് കൊടുത്താലും മതി. അപ്പോൾ അതിനാണ് നമ്മൾ ഒരു പാരാമീറ്റർ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഞാൻ അറേ ആയിട്ടാണ് ഞാൻ കോൾ ചെയ്യുന്നത്. അറേ അതായത് ഇഫ് റോ ഓഫ് യൂസർ, അതായത് ഈ റോ നമുക്കിപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ട് ഫെച്ച് ചെയ്ത്. ഈ റോയിലെ വാല്യൂ അഡ്മിൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ അഡ്മിൻ എന്ന് പറയുന്ന സാധനം ഈക്വൽ ടു ഇതാണെങ്കിൽ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ ആണെങ്കിൽ അതുകൊണ്ട് ഒരു കണ്ടീഷൻ ഇവിടെ ഉണ്ട്. അത് നമ്മളൊരു ലോജിക്കൽ ആൻഡ് ഇടുക, എന്നിട്ട് ഒരു റോ ഓഫ് കൂടെ എഴുതുക. റോ ഓഫിനകത്ത് വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാസ്വേഡ് നമ്മൾ ചെക്ക് ചെയ്തോണം. സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതായത് ഇവിടുത്തെ പാസ്വേഡ് ആയിരിക്കണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇവിടുത്തെ പാസ്വേഡ് ഈക്വൽ ടു നമ്മൾ HTML നിന്ന് എടുത്ത പാസ്വേഡ്. ഇങ്ങനെ ഒരു സാധനം കൊടുക്കുക. നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇപ്പം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു റോ ഓഫ് യൂസർ നെയിം, അതായത് ആദ്യത്തെ യൂസർ നെയിമിൽ ആദ്യത്തെ എന്നല്ല, ആ യൂസർ നെയിമിൽ എവിടെയെങ്കിലും യൂസർ നെയിമും പാസ്വേഡും ആണെങ്കിൽ ലോഗിൻ ചെയ്യാം. അപ്പം അതായത് സെയിം റോ തന്നെ വന്നാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. കാരണം ആൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സെയിം വന്നാലേ വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. ലൊക്കേഷനല്ല, നമുക്ക് ജസ്റ്റ് ഒരു എക്കോ പ്രിന്റ് ചെയ്യിക്കാം. ഇപ്പം എക്കോയ്ക്കകത്ത് ഞാൻ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ്, ഒരു ജാവ സ്ക്രിപ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. സ്ക്രിപ്റ്റ് അലേർട്ട് ഓഫ് വെൽക്കം ഒരു സിംഗിൾ കോട്സിന് വെൽക്കം ഇടുക. എന്നിട്ട് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒരു എൽസ് കേസും കൂടെ ക്രിയേറ്റ് ചെയ്തു. എൽസ് ഒരു സെമിക്കോളൻ ഇട്ട് കൊടുത്തേക്കുക. അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ക്വറി, ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് SQL ക്വറി MySQL _query എന്ന് എഴുതിയിട്ട് നമ്മൾ SQL ഇവിടെ നമുക്ക് എടുത്തു, കണക്ഷനും എടുത്തു. പിന്നെ ഒരു റോ എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഫെച്ച് അറേ കൊടുത്തു. ഫെച്ച് അറേക്കകത്ത് ക്വറി എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ SQL നമ്മൾ എടുത്തതാണ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് സേവ് ചെയ്യുക. ഒരു എറർ പറയുന്നുണ്ട്. സിൻടാക്സ് എറർ അൺഎക്സ്പെക്റ്റഡ് T_IF. അതായത് നമ്മുടെ 16ാമത്തെ ലൈനിലാണ് നമ്മൾ എറർ കാണുന്നത്. അതായത് 16ാമത്തെ ലൈൻ ചെക്ക് ചെയ്യുന്നതിന് ജസ്റ്റ് മുന്നേ ആയിട്ട് PHPയിൽ ഏതെങ്കിലും ലൈനിൽ എറർ ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിലും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക എന്താണ് എറർ എന്ന് അറിയാനായിട്ട്. ചിലപ്പം ജസ്റ്റ് മുന്നത്തെ ലൈനിലായിരിക്കും എറർ ഉണ്ടാവുക. ഇപ്പോൾ 16 കാണിച്ചു കഴിഞ്ഞാൽ 15-ലായിരിക്കും മോസ്റ്റ് പ്രോബ്ലി എറർ ഉണ്ടാവുക. അപ്പോൾ 15-ൽ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ 15 അല്ലെ 14 ചെക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു സെമിക്കോളൻ മിസ്സിങ് ആണ്. അതാവും ചിലപ്പോൾ എറർ. കാരണം PHPയിൽ അങ്ങനെയും വരാം. ചിലപ്പം അതിന് തൊട്ട് മുന്നത്തെ ലൈനിലായിരിക്കും നമുക്ക് എറർ കാണാൻ സാധിക്കുന്നത്. അത് ജസ്റ്റ് നോക്കിക്കോളാം, ശ്രദ്ധിച്ചോളാം. നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം അതായിരുന്നു എറർ. നമ്മളിനി ഇവിടെ അഡ്മിൻ നമ്മൾ കൊടുത്ത് നോക്കുക. അഡ്മിൻ കൊടുത്തു. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ വെൽക്കം എഴുതി കാണിച്ചു. അതായത് നമ്മുടെ കോഡ് കറക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളിവിടെ റോങ് ആയിട്ട് ഒരു ഇൻപുട്ട് കൂടെ കൊടുത്തു നോക്കുക. അത് ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ടാണ് റോങ് ആയിട്ട് ഇൻപുട്ട് കൊടുത്തു നോക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡ് അടിച്ചു നോക്കുക. അപ്പം എറർ എന്ന് കാണിച്ചു. അതായത് നമ്മൾ റോങ് ആയിട്ടുള്ളൊരു ഇൻപുട്ട് കൊടുത്തപ്പം നമുക്ക് എറർ കാണിച്ചു. അതാണ് നമ്മുടെ ഇവിടെ ലോഗിൻ. നമ്മളിവിടെ എറർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വെൽക്കം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം കറക്റ്റായി നമ്മുടെ കോഡ്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ലോഗിന് ജസ്റ്റ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യും.
അപ്പം ഇതിൽ നമ്മൾ ജസ്റ്റ് പ്രൊജക്റ്റ് ബേസിസ് ആയിട്ടാണ് പറയുന്നത്, സ്റ്റുഡൻസിന് പഠിക്കാനുള്ള പ്രൊജക്റ്റ് ബേസിസ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് വലിയ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റി സെഷനൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു സെഷൻ സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ session_start കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാം. സെഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ലോഗിൻ ചെയ്യണമെങ്കിൽ വീണ്ടും യൂസർ നെയിം പാസ്വേഡ് കൊടുക്കേണ്ടി വരും. നമുക്ക് അവിടെ എറർ കാണിക്കും. അല്ലാതെ ഇവിടെ സിമ്പിളായിട്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കയറാൻ പറ്റും. സെഷനൊന്നും വർക്ക് ചെയ്യത്തില്ല. നമുക്കിവിടെ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, കുറച്ചുകൂടെ സെക്യൂർ ആയിരിക്കും. സെഷനിൽ നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും, നമുക്ക് അടുത്ത പേജിലേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പല യൂസും ഉണ്ട് സെഷൻ വെച്ചിട്ട്. അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. HTML ഇതും നമ്മൾ ഇതിനകത്ത് നമ്മൾ കണ്ടത് ഈ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, നമ്മളിവിടുന്ന് വാല്യൂസ് ഇങ്ങോട്ട് കൊണ്ടുവരിക, നമ്മൾ HTML നമ്മൾ വാല്യൂസ് PHPയിലേക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക, പ്രിൻറ്റ് ഇത്രയും കാര്യങ്ങളെ ആകെ ലോഗിനകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പം താങ്ക് യു.